എല്ലാ രാഷ്ട്രീയമുള്ളവരോടും ഇല്ലാത്തവരോടും എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, ഞാൻ അവരോട് കൊടുക്കുന്ന വാഗ്ദാനം അവരുടെ ജീവിതം മാറ്റാൻ എനിക്ക് സാധിക്കുമെന്ന ഉറപ്പാണ്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും ഏത് വിഭാഗവും, ഇപ്പോൾ എൻ്റെ മുമ്പിൽ വരുന്ന ഒരാളോട് ഞാൻ ഇന്നവരെ രാഷ്ട്രീയം ചോദിച്ചിട്ടില്ല. പെരിന്തൽമണ്ണ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി നജീബ് കാന്തപുരമാണ് ഇപ്പോൾ മീഡിയ വണ്ണപ്പം ചേരുന്നത്. കഴിഞ്ഞ തവണ വിരലെണ്ണാവുന്ന വോട്ടിന് വിജയിച്ച ഒരാളാണ്. ഇത്തവണത്തെ എന്താണ് പ്രതീക്ഷ? എനിക്ക് കഴിഞ്ഞ 5 വർഷത്തെ പ്രവർത്തനമാണ് എൻ്റെ ഏറ്റവും വലിയ ആത്മവിശ്വാസം എന്ന് പറയുന്നത്. ഞാനിവിടെ ഏതാണ്ട് ഒരു വോട്ടർമാരിൽ പരമാവധി ആളുകളെയും ഈ 5 വർഷത്തിനിടയിൽ ഏതെങ്കിലും തരത്തിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഒരു മനസ്സിൽ ഞാനുണ്ടെന്ന ഉറച്ച ബോധ്യം എനിക്കുണ്ട്. കാരണം ഞാൻ എൻ്റെ 5 വർഷം ചെലവഴിച്ചത് അവരുടെ കുട്ടികൾക്ക് വേണ്ടിയാണ്, അവരുടെ ജീവിതത്തിന് വേണ്ടിയാണ്. ഒരു പുതിയ പെരിന്തൽമണ്ണ നിർമ്മിക്കാനുള്ള തറക്കല്ലാണ് നമ്മുടെ എല്ലാ പ്രൊജക്റ്റുകൾ വഴിയും ഇവിടെ നിക്ഷേപിച്ചിരിക്കുന്നത്. പിന്നെ മാത്രമല്ല, വികസന കാര്യത്തിലാണെങ്കിലും പരമാവധി കാര്യങ്ങൾ ഒരു പ്രതിപക്ഷ MLA എന്ന നിലയ്ക്കുള്ള പരിമിതികളെയെല്ലാം മറികടന്നുകൊണ്ട് തന്നെ ചെയ്യാനും പരമാവധി അത് എത്തിക്കാനും സാധിച്ചിട്ടുണ്ട്. പിന്നെ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം വളരെ ഒറ്റക്കെട്ടായി UDFൻ്റെ ഒരു കരുത്തുറ്റ മണ്ഡലമായി തന്നെ ഇത് നിലനിർത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പഴയ 38 ഒരു പഴങ്കഥയായിരുന്ന തരത്തിലുള്ള ഒരു നല്ല വിജയം ഉണ്ടാക്കും. ആ കാര്യത്തിൽ ഈ നാട്ടിലെ എല്ലാ വിഭാഗം ആളുകളുമായിട്ടും ഞാൻ ഒരുപോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും ആളുകളുടെ ഒരു പ്രതികരണത്തിൽ നിന്നും ഞാൻ വലിയ ആത്മവിശ്വാസത്തിലാണ്. നമുക്കൊരു നല്ല പെരിന്തൽമണ്ണയെ കെട്ടിപ്പടുക്കാൻ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട്, പ്രത്യേകിച്ചും ഞാൻ സംസാരിക്കുന്നത് ഈ നാട്ടിലെ ചെറുപ്പക്കാരോടാണ്, വിദ്യാർത്ഥികളോടാണ്, യുവാക്കളോടാണ്. കാരണം മാറുന്ന ഒരു കാലത്ത് നമുക്ക് പ്രതീക്ഷ നൽകാൻ കഴിയുന്ന തരത്തിലേക്ക്. ഇപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നമ്മളിപ്പോൾ അടുത്ത തവണ വന്നാൽ ഒരു IT പാർക്ക് നമുക്ക് പെരിന്തൽമണ്ണ കൊണ്ടുവരണം. അതുപോലെ നിരവധി സ്ത്രീകൾക്ക് തൊഴിലവസരം കൊടുക്കാൻ കഴിയുന്ന ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് അടക്കമുള്ള ഒരു നെറ്റ്വർക്ക് കൊണ്ടുവരണം. അതുപോലെ നമ്മളുടെ പ്രൊഫഷണൽസ് ആയിട്ടുള്ള വീട്ടമ്മമാരും വിദ്യാർത്ഥികളുമായിട്ടുള്ള ആളുകൾക്ക് പ്രവർത്തിക്കാനുള്ളൊരു ബാക്ക് ഓഫീസ്, MNC കമ്പനികളുടെ ബാക്ക് ഓഫീസ് കൊണ്ടുവരണം. അങ്ങനെ പെരിന്തൽമണ്ണയെക്കുറിച്ച് കൃത്യമായിട്ട് സ്വപ്നങ്ങളുണ്ട്. അത് യാഥാർത്ഥ്യമാക്കാൻ കഴിയുമെന്ന് കഴിഞ്ഞ 5 വർഷം ഞാൻ തെളിയിച്ചതാണ്. അപ്പം ഞങ്ങൾ പ്രഖ്യാപിച്ച ഒരു പ്രോജക്റ്റ് പോലും അതൊരു വെറും വർത്തമാനമല്ല, അത് റിസൾട്ട് ഓറിയൻറ്റഡ് ആണ്. അതിവിടെ വളരെ പ്രൂവണാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇവിടുത്തെ യുവാക്കളോട്, പ്രത്യേകിച്ച് ജെൻസി കുട്ടികളോട് പറയാനുള്ളത്, അവരുടെ ജീവിതമാണ് എൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത്. ഈ വരും തലമുറയെ കൂടി മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രവർത്തനം തീർച്ചയായിട്ടും എൻ്റെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് കുട്ടികളിലാണെന്ന് ഞാൻ പറയാറുള്ളത്. അവരുടെ ഭാവിയും അവരുടെ ജീവിതവും മാറുമ്പോഴേ അവരുടെ വീട് മാറും, അവരുടെ നാട് മാറുള്ളൂ. പെരിന്തൽമണ്ണ ഒരു മോഡലായി ഇന്ത്യ രാജ്യത്ത് തല ഉയർത്തി നിൽക്കുക എന്നതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അതിനുവേണ്ടിയുള്ള കഠിനാധ്വാനം തുടരും. പശ്ചാത്തല വികസന മേഖലയിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്ന ഗതാഗതക്കുരുക്കിന് പരിഹാരമുണ്ടാക്കാൻ ഓറോടമ്പാലം മാനത്തുമംഗലം ബൈപ്പാസിൻ്റെ കാര്യം തീർച്ചയായും UDF അധികാരത്തിൽ വന്നാൽ അത് ഏറ്റവും ആദ്യത്തെ പ്രയോറിറ്റിയായി നമ്മൾ നടപ്പാക്കും. ഈ ബൈപ്പാസിന്റെ കാര്യം നേരത്തെ പല ആളുകളും വാഗ്ദാനം ചെയ്തു പോയതാണെന്നൊക്കെ ആളുകൾ പറഞ്ഞിരുന്നു. ഇത് വാഗ്ദാനം മാത്രമായിരിക്കില്ല. അല്ല, തീർച്ചയായിട്ടും ഞാൻ ഈ കഴിഞ്ഞ 5 വർഷം അതിനുവേണ്ടി നടത്തിയിട്ടുള്ള വലിയ ഹോംവർക്കുണ്ട്. അതൊരു അവസാന ഘട്ടത്തിൽ യഥാർത്ഥത്തിൽ PPP മോഡൽ ഒരു റോഡ് കേരളത്തിൽ ആദ്യമായി നിർമ്മിക്കാം എന്ന ആഗ്രഹത്തോടു കൂടി ഈ നാട് മുഴുവൻ ഒരുമിച്ച് നിന്ന് അതിനുവേണ്ടി ഞങ്ങൾ ഒരു പരിശ്രമം നടത്തി. പക്ഷേ അന്ന് CPMൻ്റെ നയത്തിൻ്റെ എതിരാണ് എന്ന് പറഞ്ഞുകൊണ്ട് പാർട്ടി തള്ളിയതാണ്. ഗവൺമെൻറ് അല്ല തള്ളുന്നത്, പാർട്ടി തള്ളിയതിന് ശേഷമാണ് അത് നഷ്ടപ്പെട്ടത്. അത് തിരിച്ചു കൊണ്ടുവരാൻ തീർച്ചയായിട്ടും സാധിക്കും. നമ്മുടെ കയ്യിൽ അതിനുള്ള പ്രപ്പോസലും പ്രോജക്റ്റ് പ്ലാനും ഉണ്ട്. ഈ വോട്ടർമാരിലേക്ക് ഇറങ്ങുമ്പോൾ പാർട്ടിക്കപ്പുറത്തുള്ള വോട്ടർമാർ, നിഷ്പക്ഷരായ വോട്ടർമാരുടെ ഒരു പ്രതികരണമുണ്ട്. അല്ല, ഞാൻ സ്വാഭാവികമായിട്ടും എൻ്റെ മുന്നണിയും പാർട്ടിയും അതിശക്തമായി പ്രവർത്തിക്കുമ്പോഴാണ് ജനങ്ങളുമായിട്ടുള്ള കണക്റ്റ് ഉണ്ടാകുന്നത്. അതിൽ സംശയമില്ല. എന്നാൽ ജനങ്ങളുടെ ഒരു മനസ്സ് വളരെ പ്രധാനമാണ്. എല്ലാ രാഷ്ട്രീയമുള്ളവരോടും ഇല്ലാത്തവരോടും എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, ഞാൻ അവരോട് കൊടുക്കുന്ന വാഗ്ദാനം അവരുടെ ജീവിതം മാറ്റാൻ എനിക്ക് സാധിക്കുമെന്ന ഉറപ്പാണ്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും ഏത് വിഭാഗവും, ഇപ്പോൾ എൻ്റെ മുമ്പിൽ വരുന്ന ഒരാളോട് ഞാൻ ഇന്നവരെ രാഷ്ട്രീയം ചോദിച്ചിട്ടില്ല, അവരുടെ കക്ഷി ഏതാണെന്ന് ചോദിച്ചിട്ടില്ല. ആ നിലപാടിൽ തന്നെ നിന്നുകൊണ്ട് പ്രവർത്തിക്കാനും ഈ നാട്ടിലെ എല്ലാവരെയും ഒരുപോലെ ഉൾക്കൊണ്ടുകൊണ്ട് പോകാനും സാധിക്കും. അവരുടെ പിന്തുണ 100% ഉറപ്പായിട്ടും എനിക്കുണ്ടാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ പെരിന്തൽമണ്ണയിൽ CPM ആദ്യഘട്ടത്തിൽ പല പ്രമുഖരെയും ഒക്കെ ആലോചിച്ചിരുന്ന സ്ഥാനാർത്ഥിയായി തിരിച്ചു പിടിക്കുമെന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ അവസാന ഘട്ടത്തിൽ അതൊക്കെ
ഉപേക്ഷിക്കുന്ന അല്ലെങ്കിൽ അതൊന്നും ഇല്ലാതായി പോയി, അത് അവരുടെ പ്രതീക്ഷ നഷ്ടപ്പെട്ടതുകൊണ്ടാണ്? അല്ല, അങ്ങനെയല്ല. ഞാനൊരു സ്ഥാനാർത്ഥിയെയും ചെറുതായി കാണുന്നില്ല. എൻ്റെ എതിർ സ്ഥാനാർത്ഥിയെ ഞാൻ വളരെ ബഹുമാനത്തോടെയാണ് കാണുന്നത്. അദ്ദേഹം ഒട്ടും മോശക്കാരനല്ല. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചെയ്ത 5 വർഷത്തെ പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങളിൽ ജനങ്ങൾക്കുണ്ടായൊരു വിശ്വാസമുണ്ട്. ഈ നാട്ടിലെ ഏറ്റവും അടിത്തട്ടിലുള്ള മനുഷ്യരുടെ ഉന്നമനത്തിന് വേണ്ടി നിരന്തരമായി ഞാൻ നടത്തിയ കഠിനാധ്വാനങ്ങളുണ്ട്. അതൊന്നും ജനങ്ങൾ അത്ര വേഗം മറക്കും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. തീർച്ചയായിട്ടും എതിർ സ്ഥാനാർത്ഥി ആരായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ പോളിസികളാണ്, നയങ്ങളാണ്, ഞാൻ മുന്നോട്ട് വെക്കുന്ന ഒരു വികസന കാഴ്ചപ്പാടാണ് പ്രധാനം. ആ വികസന കാഴ്ചപ്പാടിന് ഈ നാട് ഉടനീളം എനിക്ക് പിന്തുണ ലഭിച്ചിട്ടുണ്ട്. അത് ഇനിയും ശക്തമായി നമ്മൾ തുടരും. അതിനിടയ്ക്ക് എവിടെ ഒരു ഫ്ലക്സ് ബോർഡ് ഉയർന്നിരുന്നു, മണ്ഡലത്തിൽ തന്നെയുള്ള ആളുകളുള്ളപ്പോൾ പുറത്തുനിന്ന് ആൾ വേണ്ട എന്നുള്ളത്. അത് CPM തന്നെയാണ് അത് പിന്നിൽ നിന്നലേക്ക് ആരോപിക്കുകയും ചെയ്തിരുന്നത്. അതിനേറ്റവും വലിയ രസം CPM ഒരു 50 വർഷം പിറകിലാണ് ഇപ്പോഴും സഞ്ചരിക്കുന്നത് എന്നുള്ളതാണ്. ഈ ഫ്ലക്സ് കടിക്കുന്ന കാലം എത്രയോ മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷെ ആ പാർട്ടി ഇപ്പോഴും ഇത് തന്നെയാണ് അവർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. ഈ നാട്ടിലെ കുട്ടികളുടെ ഒരു വിഷയമോ, യുവാക്കളുടെ ഒരു വിഷയമോ, സ്ത്രീകളുടെ വിഷയമോ, വൃദ്ധന്മാരുടെ വിഷയമോ, അതിലെന്ത് നിലപാട് ഞങ്ങൾ എടുക്കും എന്ന് പറയേണ്ടതിന് പകരം ഇത്തരം വില കുറഞ്ഞ കാര്യങ്ങൾ, ഇതൊക്കെ വളരെ ഔട്ട്ഡേറ്റഡാണ്. മാത്രമല്ല അതിലെഴുതിയ വാക്കുകളും ഭാഷയൊക്കെ കണ്ടാൽ ആർക്കാണ് അറിയാത്തത്. അപ്പോൾ ഇത്തരം പ്രവർത്തനങ്ങളിലാണ് ഇപ്പോഴും CPM അഭിരമിക്കുന്നത് എന്നതാണ് കൗതുകകരമായിട്ടുള്ള കാഴ്ച. ഞങ്ങളതിലൊന്നും ശ്രദ്ധ കൊടുക്കാനില്ല. ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു പ്രശ്നവുമില്ല. ഇവിടെ UDFനകത്ത് ഇത്ര കെട്ടുറപ്പോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു നിയോജക മണ്ഡലം വേറെ ഉണ്ടാവില്ല. എല്ലാവരും ഒരേപോലെ ആക്റ്റീവായിട്ട് രംഗത്തുള്ള ഒരു തെരഞ്ഞെടുപ്പാണിത്. കഴിഞ്ഞ വർഷം ഞാനിവിടെ ഒരു തുടക്കക്കാരനായിരുന്നു. അന്ന് ഞാനൊരു അപരിചിതനായിരുന്നു. ഇന്ന് ഞാനൊരു അടിയുറച്ച പെരിന്തൽമണ്ണക്കാരനാണ്. KL 57 ആണ്, 53 ആണ്. അപ്പോൾ ഇവിടെ നാട്ടുകാരുടെ ഇടയിൽ തന്നെ ഉണ്ട്. KL 53 ആയിട്ട് തന്നെ ഞാൻ ഇവിടെ ഉണ്ട്. 100% എനിക്ക് ഇവിടുത്തെ നാട്ടിലെ ജനങ്ങളോട് ആ പ്രതിബദ്ധത ഞാൻ കാണിച്ചിട്ടുണ്ട്. അവർക്ക് വേണ്ടി ചെയ്ത പരിശ്രമം എൻ്റെ ഓഫീസുമായി ബന്ധപ്പെട്ട മനുഷ്യർ, എന്നെ കണ്ടുമുട്ടിയ ആളുകൾ, അവരൊരിക്കലും അത് മറക്കില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. കഴിഞ്ഞ തവണ വന്നിറങ്ങിയ പുതുതായി വന്ന ഒരാളായിരുന്നു, അന്ന് 38 ഇപ്പോൾ ഇവിടുത്തുകാരനായി 38,000 ആവും. അല്ല, ഞാനത് അങ്ങനെ അവകാശവാദങ്ങളൊന്നും പറയുന്നില്ല. തിളക്കമുള്ളൊരു വിജയം കൊണ്ട് പെരിന്തൽമണ്ണക്കാർ എൻ്റെ കൂടെ നിൽക്കും എന്ന് ഉറപ്പുണ്ട്. നജീബ് കാന്തപുരത്തിനെ തിരഞ്ഞെടുത്തുകൊണ്ട് അവർക്ക് നിരാശപ്പെടേണ്ടി വരില്ല. ഒരിക്കലും അവർ നിരാശപ്പെട്ടിട്ടുമില്ല. ഈ കഴിഞ്ഞ 5 വർഷം ആർക്കും ഒരു നിരാശ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. അവർക്ക് ഒരാളുടെ മുമ്പിലും തലകുനിക്കേണ്ടി വന്നിട്ടില്ല. പെരിന്തൽമണ്ണ എന്ന് പറയുന്ന അഭിമാനം, അവരുടെ അഭിമാനം ഉയർത്തിപ്പിടിക്കാൻ ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി പരിശ്രമിച്ചിട്ടുണ്ട്. അതിൽ ഈ നാട്ടിലെ പ്രബുദ്ധരായിട്ടുള്ള വോട്ടർമാർ, ഈ പെരിന്തൽമണ്ണയ്ക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട്. പെരിന്തൽമണ്ണ വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, വളരെ ഉയർന്ന ചിന്താഗതിയുള്ള, പൗരബോധമുള്ള, കാഴ്ചപ്പാടുകളുള്ള മനുഷ്യരുടേതാണ്. അവരുടെ മനസ്സിൽ ഞാനുണ്ട് എന്നെനിക്ക് ഉറപ്പാണ്. അപ്പോൾ വലിയ ആത്മവിശ്വാസത്തെ തന്നെ 100% ആത്മവിശ്വാസം. യാതൊരു തരത്തിലുള്ള ആശങ്കയോ ഒരു നിരാശയോ ഒന്നും എന്നെ ബാധിക്കുന്നേയില്ല. തീർച്ചയായിട്ടും വലിയ കോൺഫിഡൻസിലാണ് ഇപ്പോൾ നജീബ് കാന്തപുരം ഉള്ളത്. അദ്ദേഹം പറഞ്ഞ പോലെ ജയിക്കുകയാണെങ്കിൽ IT പാർക്ക് ഉൾപ്പെടെയുള്ളവയാണ് അദ്ദേഹം ഓഫർ ചെയ്യുന്നത്. മാത്രമല്ല ഈ ബൈപ്പാസ്, മാനന്തമംഗലം ബൈപ്പാസിൻ്റെ കാര്യം ഉൾപ്പെടെ പൂർത്തിയാക്കുമെന്ന് കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. ഏതായാലും പ്രചരണ രംഗത്ത് സജീവമാവുകയാണ്. ആത്മവിശ്വാസവും വളരെ വലുതാണ്. കഴിഞ്ഞ തവണത്തെ പോലെയല്ല, വലിയ ഭൂരിപക്ഷത്തിൽ തിളക്കമാർന്ന വിജയിക്കുമെന്ന് തന്നെയാണ് നജീബ് കാന്തപുരം പറഞ്ഞു വെക്കുന്നത്. അനുരൂപിച്ചിക്കോടിനൊപ്പം ജംഷീർ കൊടിഞ്ഞി, മീഡിയ 1 മലപ്പുറം.